നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ജനുവരി 3 മുതൽ 13 വരെ ആഘോഷിക്കും. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലവേല, അടിയന്തരം, ദേശപ്പാട്ട് മഹോത്സവം എന്നിവ നടന്നു. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപകൻ മാത്യു മുരിങ്ങത്തേരി, ഡോക്ടർ എഡൻവാല എന്നിവരുടെ സ്മരണ ജനുവരി 4 സംഘടിപ്പിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധി മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബീഹാർ ഗവർണറായിരുന്നു ആർലേക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപ പ്രകാരം സംഖ്യ തിരിച്ചു നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയലാക്കിയ ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ മുപ്ലിയം വാളൂരാൻ വീട്ടിൽ ജിജു ഫ്രാൻസിസ് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ചെട്ടിയങ്ങാടിയിലുള്ള ധനവ്യവസായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ വടൂക്കര സ്വദേശി ജോയ് ഡി പാണഞ്ചേരി, പാർട്ണർ ഭാര്യ റാണി എന്നിവർക്കെതിരെ വിധിയായത്. ജിജു 50 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. നിക്ഷേപ സംഖ്യ വാഗ്ദാനം ചെയ്തതുപോലെ പലിശ സഹിതം തിരികെ നൽകിയില്ല. ഹർജി ഫയൽ ചെയ്തതിൽ ആകർഷകമായ പലിശ വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് നിക്ഷേപവുമായി മുങ്ങുന്ന നടപടി തെറ്റും അനുചിത ഇടപാടുമാണെന്ന് കോടതി വിലയിരുത്തി. തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ, R രാമോഹൻ എന്നിവരടങ്ങിയ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് 1/2 കോടി രൂപയും ഹർജി തീയതി മുതൽ 9% പലിശയും നൽകാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. തപസ്യ കലാവേദി ജില്ലാ സമിതി സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി സ്മാരക കഥാ കവിതാ മത്സര വിജയികളെ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കഥ 1ാം സ്ഥാനം TV ഉണ്ണികൃഷ്ണൻ, കവിത 1ാം സ്ഥാനം ഗിരിജ വാര്യർ എന്നിവർക്കാണ്. ജനുവരി 19 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ വിജയികൾക്ക് അവാർഡ് തുകയും പുരസ്കാരവും നൽകും. വാർത്താസമ്മേളനത്തിൽ TP സുധാകരൻ, N സ്മിത, ഷാജു കളപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. വടക്കഞ്ചേരി സെന്റ് ആന്റണീസ് പള്ളി മച്ചാട് സംയുക്ത തിരുനാൾ ആഘോഷം 3 മുതൽ 13 വരെ ആഘോഷിക്കും. കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. തിരുനാൾ ദിനമായ 12 രാവിലെ ഫാദർ ജോഷി കണ്ണമ്പുഴയുടെ നേതൃത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന കൂടാതെ സന്ദേശവും. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, തിരുമുറ്റമേളം. 13 വൈകിട്ട് കൊച്ചിൻ നവദർശൻ അവതരിപ്പിക്കുന്ന സാന്റ മെഗാ ഷോ 2K25. വാർത്താ സമ്മേളനത്തിൽ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സേവ്യർ പാണേങ്ങാടൻ, കൈക്കാരൻ വിൻസെന്റ് വട്ടുക്കുളം പറമ്പിൽ, ചെയർമാൻ ഫാദർ സെബി ചിറ്റിലപ്പള്ളി, പബ്ലിസിറ്റി കൺവീനർ ജോണി ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. 90ാമത് തിരുനാൾ ആഘോഷം പതിവ് പോലെ 2-3 കാര്യങ്ങളുടെ ആധ്യാത്മികമായിട്ടും ആഘോഷമായിട്ടും കുറെ കാരുണ്യ പ്രവൃത്തികളിലൂടെയും ഇപ്രാവശ്യം ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നു. മച്ചാട് ഇടവക വളരെ സാധാരണ, നമുക്കറിയാലോ, സാധാരണ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടവകയാണ്. 650ഓളം വീട്ടുകാരുള്ള ഈ ഒരു ഇടവകയിലെ തീർച്ചയായിട്ടും ഇതൊരു എല്ലാവരുടെയും, എല്ലാ ജനങ്ങളുടെയും, എല്ലാ വിഭാഗത്തിലുള്ളവരുടെയൊക്കെ വലിയ പിന്തുണയോടെ, സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ മുന്നേറുവാനായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ ജൂബിലി വർഷത്തിന്റെ തന്നെ മോട്ടോ പ്രത്യാശയോടെ ജീവിക്കാനാണ് സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിരിക്കുന്ന പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല എന്ന തിരുവചനം എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗങ്ങൾക്കും ഒരു ആഘോഷത്തിലൂടെ അവർക്ക് പ്രത്യാശയും സന്തോഷം. പുതുവർഷ ദിനത്തിൽ കുടുംബശ്രീ പ്രവർത്തകരോട് ഒരു സന്തോഷ വാർത്ത. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ വേതനം 5000 രൂപ വർദ്ധിപ്പിച്ചു.
നിലവിൽ 15,000 രൂപയായിരുന്ന വേതനം 20,000 രൂപയാക്കി. കുടുംബശ്രീ സംഘടന, മൈക്രോ ഫിനാൻസ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ 3 വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ വേതനമാണ് വർദ്ധിപ്പിച്ചത്. 152 വനിതാ ബ്ലോക്ക് കോർഡിനേറ്റർമാർക്ക് വർധനവിന്റെ ഗുണം ലഭിക്കും. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പുതുവത്സര സമ്മാനമാണ് ഈ വർധനവ്. ചെയർപേഴ്സൺ ഒഴികെയുള്ള CDS അംഗങ്ങൾക്ക് പ്രതിമാസം 500 രൂപ യാത്രാ ഭത്ത അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു. കുടുംബശ്രീ പ്രവർത്തകരെ ശാക്തീകരിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകും. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സഹകരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതരായവർക്ക് സ്വയം തൊഴിൽ പദ്ധതിയിൽ പരിഗണിക്കാൻ യോഗ്യരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തൃശൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 55-നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള തൃശൂർ ജില്ലയിലെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കും. അപേക്ഷകർ അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ ടൗൺ ഹാളിന് എതിർവശത്തുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9400068508. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്.
ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപകൻ മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരി, ഡോക്ടർ എഡൻവാല എന്നിവരുടെ സ്മരണാർത്ഥം ജനുവരി 4-ന് അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്ന് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 4-ന് മദർ തെരേസ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനാകും. ജൂബിലി കുടുംബാംഗങ്ങളും മാത്യു മുരിങ്ങാത്തേരി, എഡൻവാല എന്നിവരുടെ കുടുംബങ്ങളും പങ്കെടുക്കും. ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, ഫാദർ പോൾ ചാലിശ്ശേരി, സിൻഡോ കാരപ്പറമ്പിൽ, ഡോക്ടർ PR വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ജീവന് വേണ്ടി പിടഞ്ഞ പക്ഷിയുടെ ജീവൻ തിരികെ പിടിച്ച് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ. മുതുവറ KCB സെക്ഷനു കീഴിൽ ചുള്ളിപ്പാടം ട്രാൻസ്ഫോർമറിന്റെ അറ്റകുറ്റപ്പണിക്കായി എത്തിയ ലൈൻമാൻമാരായ ബാബു ഡേവിസും സുരേഷ് ബാബുവും ചേർന്ന് ഷോക്കേറ്റ് പിടയുന്ന പക്ഷിക്ക് പുതുജീവൻ പകർന്നു. ഹൈ ടെൻഷൻ ലൈനിൽ നിന്ന് പൊന്മാൻ ഷോക്കേറ്റ് നിലത്ത് വീണു. ലൈൻമാൻമാരായ ബാബു ഡേവിസ് പക്ഷിയെ കയ്യിലെടുത്ത് പറ്റാവുന്ന വിധം പ്രഥമ ശുശ്രൂഷയും വെള്ളവും നൽകി പൊന്മാനെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്തും കൊടുങ്ങല്ലൂർ പോലീസ് ക്വാർട്ടേഴ്സ് പരിസരത്തുമായി സൂക്ഷിച്ചിരിക്കുന്ന സ്ക്രാപ്പ് അവസ്ഥയിലുള്ള 24 വാഹനങ്ങൾ ഡിസംബർ 30-ന് രാവിലെ 11 മുതൽ വൈകിട്ട് 4:30 വരെ ഓൺലൈൻ ലേലം നടത്തുന്നു. ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ബെയറായി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. വാഹനങ്ങൾ പരിശോധിക്കാൻ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ SHOയുടെ അനുമതിയോടെ ലേലത്തീയതിക്ക് തൊട്ടു മുമ്പത്തെ ദിവസം വരെ അവസരമുണ്ട്. കൂടാതെ ലേലത്തീയതി പുനർനിർണയിക്കുന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും അധികാരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയിൽ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048028230000. കലാമണ്ഡലം ഗോപി ആശാന്റെ മനോരഥം എന്ന കവിതാ സമാഹാരം ജനുവരി 11-ന് ശനിയാഴ്ച സാഹിത്യ അക്കാദമി ഹാളിൽ പ്രകാശനം നടത്തും. മന്ത്രി K. രാജൻ പുസ്തകം മുൻ മന്ത്രി VS സുനിൽകുമാറിന് നൽകി പ്രകാശനം ചെയ്യും. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ K. ജയകുമാറിനെ ആദരിക്കും. മിനി ബാനർജി പുസ്തകം പരിചയപ്പെടുത്തും. നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ശശി കളരിയേക്കൽ, MP സുരേന്ദ്രൻ, മിനി ബാനർജി എന്നിവർ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി ICDS പ്രോജക്ടിന്റെ കീഴിൽ 175 അങ്കണവാടികളിലേക്ക് കണ്ടിജൻസി സാധനങ്ങൾ വിതരണം ചെയ്യാൻ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഡിസംബർ 31-ന് മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0488232424 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയേർഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം ജനുവരി 5-ന് ജവഹർ ബാലഭവനിൽ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മേയർ MK വർഗീസ്, മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, PK ഡേവിസ്, പ്രിയനന്ദൻ എന്നിവർ പങ്കെടുക്കും. വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെയും വീർനാരികളെയും യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരെയും ആദരിക്കും. PK ഡേവിസ്, PK ഷാജൻ, CK ശശിധരൻ, KK രവീന്ദ്രൻ, KG ഭുവനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി.
നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോവല്ലേ? SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. യുവജന കമ്മീഷൻ സംസ്ഥാനതല ചെസ് മത്സരം ജനുവരി 4 ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെസ് മത്സരം സംഘടിപ്പിക്കുന്നു. 2025 ജനുവരി 4 കണ്ണൂരിലാണ് മത്സരം. വിജയികൾക്ക് ഒന്നാം സ്ഥാനം 15,000, രണ്ടാം സ്ഥാനം 10,000, മൂന്നാം സ്ഥാനത്തിന് 5,000 രൂപയും ട്രോഫിയും യുവജന ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 18നും 40നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾ ഫോട്ടോയും ഫിഡെ റേറ്റിംഗും ഉൾപ്പെടെ വിശദമായ ബയോഡാറ്റ official.ksYC.gmail.com എന്ന മെയിൽ ഐഡിയിലോ വികാസ് ഭവനിലുള്ള കമ്മീഷൻ ഓഫീസിൽ തപാൽ മുഖേനയോ അയക്കാം. ഫോൺ നമ്പർ 047123086030. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലവേല അടിയന്തരത്തിനോടനുബന്ധിച്ച് കിഴക്കുംപാട്ടുകര ദേശക്കാരുടെ ദേശപ്പാട്ട് മഹോത്സവം നടന്നു. രാവിലെ 6 മണിക്ക് അഷ്ടപതിക്കു ശേഷം ശീവേലി, കളഭാട്ടം, വൈകിട്ട് 6 മണി മുതൽ പഞ്ചവാദ്യം, കളമെഴുത്തുപാട്ട്, തായമ്പക. 10 മണിക്ക് ഭഗവതി 9 ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളി. 1 മണിക്ക് പഞ്ചവാദ്യത്തിനു ശേഷം മണികണ്ഠനാൽ പരിസരത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തിനു ശേഷം പുലർച്ചെ 3 മണിക്ക് അരിയേറ്, മണ്ഡലം പാട്ടിന്റെ കൂറവലിക്കൽ, വടക്കുംവാതിലിൽ ഗുരുതി എന്നിവ നടന്നു. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത സോഷ്യൽ വർക്കിൽ ബിരുദം, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ സയൻസ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 50 വയസ്സ്. ഇന്റർവ്യൂ ജനുവരി 15-ന്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723644445. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ജനുവരി 3 മുതൽ 13 വരെ ആഘോഷിക്കും.
പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലവേല, അടിയന്തരം, ദേശപ്പാട്ട് മഹോത്സവം എന്നിവ നടന്നു. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപകൻ മാത്യു മുരിങ്ങത്തേരി, ഡോക്ടർ എഡൻവാല എന്നിവരുടെ സ്മരണ ജനുവരി 4-ന് സംഘടിപ്പിക്കുന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.